ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകൻ ആരാണ് എന്ന ചോദ്യത്തിന് കാര്യമായി ആലോചിക്കാതെ തന്നെ വാറൻ ബുഫെ എന്ന് മറുപടി പറയാം. ആധുനിക നിക്ഷേപക മാനേജ്മെൻറ്റ് വിദഗ്ധർ പോലും ചെവിയോർക്കുന്ന പ്രതിഭാശാലിയാണ് അദ്ദേഹം. ഒരു മികച്ച നിക്ഷേപകനായ അദ്ദേഹത്തിന് ജീവിതത്തെയും നിക്ഷേപത്തെയും സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. മൈക്രോസോഫ്റ്റ് ചെയർമാൻ ബിൽ ഗേറ്റ്സ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി വാറൻ ബുഫയെ കാണുന്നത്. അരമണിക്കൂറാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം നീക്കിവെച്ചിരുന്നത്. എന്നാൽ ആ സംഭാഷണം 10 മണിക്കൂറാണ് നീണ്ടത്. മാത്രമല്ല ബിൽ ഗേറ്റ്സ് വാറൻ ബുഫയുടെ ആരാധകനാവുകയും ചെയ്തു. അത്രയ്ക്കുണ്ട് വാറൻ ബുഫെ എന്ന നിക്ഷേപകൻ്റെ വ്യക്തിപ്രഭാവം. വാറൻ ബുഫയുടെ പ്രവർത്തന ജീവിതശൈലികളിലൂടെ അദ്ദേഹം നിരവധി പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 11ാം വയസ്സിലാണ് ബുഫെ ആദ്യത്തെ ഓഹരി വാങ്ങുന്നത്. ചേച്ചി ഡോറോസിനും തനിക്കുമായി സിറ്റി സർവീസിൻ്റെ ഓഹരി $38 വാങ്ങി. പിൽക്കാലത്ത് ഇതിനെക്കുറിച്ച് താൻ നിക്ഷേപം തുടങ്ങാൻ വളരെ വൈകി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. നന്നേ ചെറുപ്പത്തിലെ നിക്ഷേപം തുടങ്ങാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, അദ്ദേഹം പറയുന്നു. 6ാം വയസ്സിലാണ് ബുഫെ തൻ്റെ ആദ്യ ബിസിനസ് ചെയ്യുന്നത്. മുത്തച്ഛനിൽ നിന്ന് വാങ്ങിയ 6 കൊക്കോകോള ടിന്നുകൾ മറിച്ച് വിറ്റ് കുഞ്ഞു ബുഫെ അന്ന് 5 സെൻറ്റ് ലാഭമുണ്ടാക്കി. ദിവസവും വീടുകളിൽ പത്രം വിട്ട് കിട്ടിയ കാശ് സ്വരൂപൂട്ടി 14ാം വയസ്സിൽ അദ്ദേഹം ചെറിയ ഫാം സ്വന്തമാക്കി. ചെറിയ സമ്പാദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിക്കുക, അദ്ദേഹം പറയുന്നു. 50 കൊല്ലം മുമ്പേ ഒമാഹിയിൽ വാങ്ങിയ 3 കിടപ്പുമുറികളുടെ വീട്ടിലാണ് ഇപ്പോഴും വാറൻ ബുഫെ താമസിക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നും വാങ്ങാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിൽ തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വാറൻ ബുഫയ്ക്ക് ഡ്രൈവറോ അംഗരക്ഷകരോ ഇല്ല. സ്വന്തമായി കാർ ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം എല്ലായിടത്തും പോകുന്നത്. നിങ്ങൾ എന്താണോ അതായിരിക്കുക, അദ്ദേഹം പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജെറ്റ് കമ്പനി സ്വന്തമായി ഉണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും സ്വകാര്യ ജെറ്റിൽ പോകാറില്ല. കഴിയുന്നതും ചെലവ് കുറച്ച് എപ്രകാരം കാര്യങ്ങൾ നടപ്പാക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. വാറൻ ബുഫയുടെ കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്വേക്കിൻ്റെ കീഴിൽ 63 കമ്പനികളുണ്ട്. ഈ കമ്പനികളിലെ സിഇഒമാർക്ക് എല്ലാ വർഷവും നേടേണ്ട ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ഒരു കത്തയക്കും, അത്രമാത്രം. ഒരിക്കലും അവരുമായി മീറ്റിങ്ങുകൾ നടത്താറില്ല. പതിവായി ഫോൺ വിളിക്കാറുമില്ല. ജോലിക്കായി ഏറ്റവും അനുയോജ്യരായവരെ തിരഞ്ഞെടുത്ത് അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക, അദ്ദേഹം പറയുന്നു. കമ്പനികളിലെ സിഇഒമാർക്ക് 2 നിയമങ്ങളാണ് വാറൻ ബുഫെ നൽകിയിരിക്കുന്നത്. 1, ഒരിക്കലും ഓഹരി ഉടമയുടെ പണം നഷ്ടപ്പെടുത്തരുത്. 2, 1ാമത്തെ നിയമം മറക്കരുത്. അദ്ദേഹം പറയുന്നു, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, ആളുകൾ അവയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പാർട്ടികളിലും മറ്റും വാറൻ ബുഫെ പങ്കെടുക്കാറില്ല. അദ്ദേഹത്തിന് മൊബൈൽ ഫോണോ മേശപ്പുറത്ത് കമ്പ്യൂട്ടറോ ഇല്ല. വൈകിട്ട് വീട്ടിലെത്തിയാൽ തനിയെ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി കുറച്ചുകൊണ്ട് TV കാണലാണ് അദ്ദേഹത്തിൻ്റെ വിനോദം. അദ്ദേഹം പറയുന്നു, പുറമേക്കുള്ള പ്രകടനങ്ങളിലല്ല കാര്യം, നിങ്ങൾ എന്താണോ അതായിരിക്കുക. നിങ്ങൾക്ക് ആസ്വാദ്യകരമായ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ യുവാക്കൾക്കുള്ള 6 ഉപദേശങ്ങൾ: 1, ക്രെഡിറ്റ് കാർഡിൽ നിന്നും ബാങ്ക് വായ്പകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. 2, പണത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയില്ല, മറിച്ച് മനുഷ്യനാണ് പണം സൃഷ്ടിച്ചത്. 3, ഏറ്റവും മിതമായ രീതിയിൽ ജീവിക്കാൻ പഠിക്കുക. 4, മറ്റുള്ളവർ പറയുന്നത് പോലെ ചെയ്യരുത്, അവർ പറയുന്നത് ശ്രദ്ധിക്കുക, എന്നാൽ സ്വയം നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. 5, ബ്രാൻഡിൻ്റെ പുറകെ പോകരുത്, നിങ്ങൾക്ക് സൗകര്യപ്രദം എന്ന് തോന്നുന്നവ മാത്രം ഉപയോഗിക്കുക. അനാവശ്യ വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാതിരിക്കുക. 6, നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ശൈലിയും ജീവിത രീതിയും കേട്ടിട്ട് എന്ത് നിങ്ങൾക്ക് തോന്നുന്നു? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.